ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. സുരക്ഷയ്ക്കായി 32 പേരുടെ NDRF സംഘം സന്നിധാനത്ത്. ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണങ്ങൾ. നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുക ടോക്കൺ ഉള്ളവരെ മാത്രം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് SIT. ദേവസ്വം ബോർഡ് നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്ന് മുരാരി ബാബുവിന്റെ വാദം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് ഇന്ന് നിർണായകം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ഇന്നറിയാം. തീരുമാനം പ്രതികൂലമെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോഴിക്കോട്ടെ UDF മേയർ സ്ഥാനാർത്ഥിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. VM വിനുവിന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ഉണ്ടായിരുന്നില്ല എന്ന ARO റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കും. വിനുവിന്റെ പേര് നീക്കിയതിന് പിന്നിൽ CPIM എന്ന് കോൺഗ്രസ്. അൽഫല സർവകലാശാല സ്ഥാപകൻ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്ത് ED. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അറസ്റ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിൽ. സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂൻ അഹമ്മദ് നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ മധ്യപ്രദേശ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം. വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗി കൊലപാതകത്തിൽ സൗദി കിരീടാവകാശിയെ പ്രതിരോധിച്ച് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പരാമർശം. 2018 ഖഷോഗി വധത്തിന് ശേഷം ആദ്യമായി സൽമാൻ US-ൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മോസ്കോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന പുടിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങൾ ചർച്ചയായി. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി സ്പെയിനും ബെൽജിയവും. സ്പെയിനോട് സമനില വഴങ്ങിയ ടുണീഷ്യ പ്ലേ ഓഫിൽ. സ്കോട്ട്ലൻഡും ഓസ്ട്രിയയും സ്വിറ്റ്സർലൻഡും ലോകകപ്പിന്. രഞ്ജി ട്രോഫിയിൽ ആദ്യ ജയം തേടി കേരളം. മധ്യപ്രദേശിനെതിരെ 315 റൺസ് ലീഡുമായി ശക്തമായ നിലയിൽ. അവസാന ദിനം സെഞ്ചുറി പ്രതീക്ഷയോടെ സച്ചിനും ബാബയും. ചെസ് ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ അർജുൻ എരിഗൈസി. ഇന്ത്യൻ താരത്തിന് 6ാം റൗണ്ടിൽ ഇന്ന് ടൈ ബ്രേക്കർ പോരാട്ടം. ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ വെയിയുമായി 2ാം മത്സരവും സമനില.